സ്റ്റിച്ചുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒരു നോട്ട് ഇടണം. നോട്ട് ഇടുന്നത് എങ്ങനെയാണ്, ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ 2 വിരലും പിടിച്ച് നമ്മൾ കുരുക്കിടില്ലേ, ആ സംഭവം തന്നെ. അത്രേ ഉള്ളൂ, ഇത്രയാണ് കുരുക്ക്. ഓക്കെ, ഇതിൻ്റെ ഒരു എൻഡ്, ചെറിയൊരു എൻഡും ഉണ്ട്, ലോങ് എൻഡ് എന്ന് പറയുന്നത് യാണിലേക്ക് കണക്ട് ചെയ്തതായിരിക്കും. നമ്മളിത് എങ്ങനെ പിടിക്കണമെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ പിടിക്കാറ്. അതായത് ഇൻഡെക്സ് ഫിംഗറിൽ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഈ യാണ് ഇത് കൂടെ കയറ്റും, എന്നിട്ട് ഇത് വലിക്കും. ഓക്കെ, അത് നമ്മളവിടെ ടൈറ്റ് ആയോ എന്ന് നോക്കണം. എന്നിട്ട് ഇവിടെ പിടിക്കുക, യാണിങ്ങനെ പിടിക്കുക. ഇതാണ് ഇതിൻ്റെ പൊസിഷൻ, ഉണ്ടോ? എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോവുക, യാൺ ഓവർ എന്ന് അതിനെ പറയുക. എന്നിട്ട് ഈ ഓട്ടയിൽ കൂടെ തിരിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യും. ഓരോ പ്രൊഡക്റ്റിൻ്റെയും വ്യത്യാസം ഉണ്ടാവും. ഇതാദ്യം പഠിക്കണം. നമ്മുടെ കൈ ഇതിൽ വഴങ്ങണം. കണ്ണാണ് മറ്റേ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഭയങ്കര പ്രോ ആയിട്ടുള്ള ആൾക്കാർ. ഇതിപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിച്ച് വരിക. നമ്മളിങ്ങനെ മെടഞ്ഞൊക്കെ ഇടില്ലേ, ആ സംഭവമാണ് ഇതാണ് ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള സ്റ്റിച്ചുകൾ. നമ്മൾ ശരിക്കും ഓരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് ഉള്ള സ്റ്റിച്ചുകൾ എടുക്കണം. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ഈ ഹമ്പ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ഇടുന്നത്. അപ്പോൾ അത് 1 2 3 4 5 6 7 8 9 10 10 ഇപ്പം ഇതിൻ്റെ സ്റ്റിച്ച്. ഇനി ഇതിൽ വേറെ ടൈപ്പ് സ്റ്റിച്ചുകളാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇതിപ്പോൾ നമ്മൾ ഇത് കൂടെ പുറത്തേക്ക് വന്നല്ലോ, ഇതാണ് ഓട്ട പിടിക്കേണ്ടത്. എന്നിട്ട് ഇത് കൂടെ യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ഈ ഒരു സ്റ്റിച്ചിൽ കൂടെ നമ്മളെടുത്ത് വലിക്കാം. അപ്പം നമ്മുടെ ഇതുമ്മേ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഇതിലെ ഒരു ടൈപ്പ് സ്റ്റിച്ച് ഇങ്ങനെയാണ്. ആദ്യം 2 എണ്ണത്തിൽ കൂടെ കൊണ്ടുവരിക. അപ്പോൾ പിന്നെ 2 എണ്ണം ഇതുമ്മേ നീഡിലുമ്മേ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത 2 എണ്ണം എടുക്കുക. കണ്ടോ, അപ്പോൾ ഇതൊരു വേറെ സ്റ്റിച്ചായി. ഇതിപ്പോൾ ഈ നൂല് അത്രയും നല്ല ടൈപ്പ് നൂലല്ലാത്തത് കൊണ്ടാണ്. കുറച്ച് കട്ടിയുള്ള നൂലാണെങ്കിൽ ഈസി ആയിട്ട് കിട്ടും.